ഇന്നത്തെ ചിറ്റ്ചാറ്റിൽ ഏറ്റവും കൂടുതലുള്ളത് സിസ്റ്റർ സോണിയ ചാക്കോയാണ്. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിൽ കാത്തലിക് സഭയുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറാണ്. സിസ്റ്ററിനെ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ മിഷൻ വർക്കുമായിട്ടും ചാരിറ്റിയുമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തെ ഏകദേശം 5-6 ഇന്ത്യൻ ഭാഷ അറിയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ബബിങ്ടൺ മക്കലൻ, അതായത് ഇന്ത്യയുടെ ഇംഗ്ലീഷ് സംസ്കാരത്തിൽ കൊണ്ടുവന്ന ഇന്ത്യയെ നശിപ്പിച്ചു, ഇന്ത്യയുടെ പൈതൃകം നശിപ്പിച്ചു. അപ്പം അതുമായി ബന്ധപ്പെട്ട് കാത്തലിക് സഭയുടെ ഒരു സീനിയർ സിസ്റ്ററാണ്. അപ്പം അവരോട് ചോദിക്കാം, എന്തൊക്കെയാണ് കാത്തലിക് സഭ ഇന്ത്യക്ക് കൊടുത്ത കോൺട്രിബ്യൂഷൻ? സിസ്റ്റർ നമസ്കാരം. നമസ്കാരം. സിസ്റ്റർ, കാത്തലിക് സഭ ഇന്ത്യക്ക് കൊടുത്ത ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അതേപോലെ ഹെൽത്തിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷനായിട്ട് മെയിനായിട്ട് കൊടുത്തത്? സിസ്റ്റർ പലയിടത്തും പോയി വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ അറിയാൻ നേരിട്ട്. എന്തൊക്കെയാണ് മേജറായിട്ട് കൊടുത്ത കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? സർ, ഇംഗ്ലീഷ് ഭാഷ നമ്മുടെ ഇംഗ്ലീഷ് സംസ്കാരത്തെ ലോകം മുഴുവനും എത്തിക്കാൻ ഇംഗ്ലീഷ് ഭാഷ നമ്മളെ സഹായിച്ചു. എന്ന് പറഞ്ഞാൽ 1800കളുടെ അവസാനം വിവേകാനന്ദൻ ചിക്കാഗോയിൽ ചെന്നിട്ട് ആ പ്രസിദ്ധമായ പ്രസംഗം പറഞ്ഞത് ഹിന്ദിയിലാണ്, ഇംഗ്ലീഷ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞ് ലോകം മുഴുവനും ഇന്ത്യയുടെ സംസ്കാരം എന്താണെന്ന് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത് അതുവഴി എല്ലാവരും സഹോദരന്മാരാണ്. ആ ഒരു വലിയ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ആ പൈതൃകം പകർന്നു കൊടുക്കാൻ പറ്റിയത് ഇംഗ്ലീഷ് അന്ന് തുടങ്ങി. അതുപോലെ തന്നെ പല നമ്മുടെ ഹിന്ദു സംസ്കാരത്തിലുള്ള ഹോളി സ്ക്രിപ്ചേഴ്സ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓരോ തദ്ദേശീയ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വഴി ഇംഗ്ലീഷ് വഴി രാമായണവും ഭഗവത്ഗീതയും ലോകം മുഴുവനും എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് വഴിയാണ്. അപ്പോൾ ഇത്രമാത്രം ഭാരത സംസ്കാരത്തെ ലോകത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന ആ ഇംഗ്ലീഷ് ഭാഷയെ എന്തിനായിരുന്നു ഇത്രമാത്രം ചവിട്ടിക്കൂട്ടുന്നതെന്ന് അറിയത്തില്ല. കാരണം ഇംഗ്ലീഷ് ഒരിക്കലും ഒരു ഹാമായിട്ടില്ല, ബട്ട് സഹായമായിട്ടുള്ളൂ, അന്നും ഇന്നും എപ്പോഴും. അതുപോലെ നമ്മുടെ ഓരോ ഭാഷകളിലേക്കും ഒരു പ്രത്യേക ആൾക്കാർക്ക് മാത്രം വായിക്കാൻ പറ്റുന്ന ഹോളി സ്ക്രിപ്ചേഴ്സ് ഇന്ന് ആർക്കും വായിക്കാം. പ്രധാനമന്ത്രിക്ക് വായിക്കാം, എനിക്ക് വായിക്കാം, സാറിന് വായിക്കാം, നമ്മുടെ ലൈബ്രറി നമ്മുടെ സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും വായിക്കാം. ലോകത്തിലുള്ള ആർക്കും ഭഗവത്ഗീതയും രാമായണം ഒക്കെ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിലൂടെയാണെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുകയാണ്, ഒരുപാട് ആളുകൾ നമ്മുടെ രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും എങ്ങനെ നോക്കിയാലും സമൂഹത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഒരു കാത്തലിക് സ്കൂളിൽ നിന്നോ ഗവൺമെന്റ് സ്കൂളിൽ നിന്നൊക്കെ പഠിച്ച് പുറത്തിറങ്ങിയവരാ. ഇപ്പോൾ ചെറിയ 2 എക്സാമ്പിൾ പറയാം. വൈ ഐ ആം ഹിന്ദു എന്ന പേരിൽ ടൈറ്റിലില് ശശി തരൂർ ഒരു പുസ്തകം എഴുതി. ശശി തരൂർ പഠിച്ചാകുന്ന മുഴുവൻ ഗവൺമെന്റ് സ്കൂളിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും ബ്രിട്ടനിലും അമേരിക്കയിലുമാണ്. അദ്ദേഹത്തെ കൂടുതലും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം അദ്ദേഹത്തെ നല്ലൊരു ഹിന്ദു ആക്കുന്ന ഞാൻ വിചാരിക്കുന്നത് ആ ഒരു പുസ്തകത്തിലൂടെ. അതല്ലെങ്കിലും നമ്മുടെ കേരളത്തില് നമ്മുടെ സാഹിത്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സുകുമാർ അഴീക്കോട്, അദ്ദേഹത്തിന് ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമാണ് തത്വമസി. ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ അതിലൂടെ തത്വമസിയുടെ അർത്ഥമൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അദ്ദേഹം പഠിച്ചത് ഞാനും പഠിച്ച സെയിന്റ് അലോഷ്യസ് കോളേജിലാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കലും അലോഷ്യസ് കോളേജ് അദ്ദേഹത്തിന്റെ സംസ്കാരത്തിൽ നിന്നോ അദ്ദേഹത്തിന്റെ ചിന്തയിൽ നിന്നോ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ നിരീക്ഷണം ഒന്നും പുറകോട്ട് കൊണ്ടുവല്ലോ, മുന്നോട്ട് മാത്രമേ കൊണ്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ കാത്തലിക് എഡ്യൂക്കേഷൻ നമ്മുടെ ഈ ഭാരതത്തിൽ ഓരോ പൗരനെയും വളർത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, ആരെയും തളർത്തിയിട്ടില്ല. അതിപ്പം നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യ വ്യക്തിയിൽ ഒരാളെ LK അദ്വാനി, അദ്ദേഹം പഠിച്ചത് സെയിന്റ് പാട്രിക് സ്കൂളിലാണ്, കറാച്ചിയില് പാട്രിക് സ്കൂളില്. അതുപോലെ CPM പാർട്ടിയുടെ പ്രമുഖ സ്ഥാനത്തിന് സീതാറാം യെച്ചൂരി, അദ്ദേഹം പഠിച്ച സെയിന്റ് സ്റ്റീഫൻ ഡൽഹിയിലാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭാരതത്തിലെ ഓരോരുത്തരെയും പടുത്തുയർത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. കോൺട്രിബ്യൂഷൻസ് ഇൻഎഫബിൾ ആണ്, വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത എത്രമാത്രം കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മുടെ സഭ, കത്തോലിക്ക സഭയും ഇംഗ്ലീഷുകാരും ഒക്കെ ഭാരതത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഇൻട്രൊഡ്യൂസ്ഡ് മോഡേൺ സയന്റിഫിക് എഡ്യൂക്കേഷൻ, ദെൻ കാസ്റ്റ് സിസ്റ്റം വാസ് ഡിവൈഡ് ഇൻടു ക്ലാസ് റൂംസ്, എംപവേർഡ് വിമൻ, standardized English medium schools all over India, and we are known as English speaking country
not the any other language speaking. So before the independence, 2011 സെൻസസ് പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ 22 ലാംഗ്വേജ് ഒഫീഷ്യൽ ലാംഗ്വേജസും ഒഫീഷ്യലല്ല ഭരണഘടന അംഗീകരിച്ച 22 ലാംഗ്വേജസും അതുകൂടാതെ 121 പ്രമുഖ ലാംഗ്വേജസ് ആണ്, ഭാഷകളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഡയലക്ട് നോക്കുവാണെങ്കിൽ 1300 1500 ഡയലക്ട്. ഈ ഇത്രമാത്രം ഭാഷകൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഏതാണ് നമ്മളെ ഒരുമിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, അത് ഇംഗ്ലീഷ് ഭാഷയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷും ഒരുപോലെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ട് ഭരണഘടനയിൽ ഉണ്ടെങ്കിൽ പോലും ഹിന്ദി അറിയാവുന്നവരും ഹിന്ദി സംസാരിക്കുന്നവരും 7-8 സംസ്ഥാനങ്ങൾ മാത്രമാണുള്ളത്. പക്ഷെ എന്നാൽ ഇംഗ്ലീഷ് അറിയുന്നവരാരും ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യ മുഴുവൻ ഉണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ക്രെഡിറ്റും ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും ഇംഗ്ലീഷുകാർക്കും കത്തോലിക്ക സഭയ്ക്കുമാണെന്ന് കരുതുന്നു. അതായത് ബേസിക്കലി ഇംഗ്ലീഷാണ് ഇന്ത്യ ഒരുമിപ്പിച്ചത്. അതിനോട് യോജിക്കുന്നുണ്ടോ ഇത്? ഓഫ് കോഴ്സ്, ഉറപ്പായിട്ടും. കാരണം യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് അതിലേറ്റവും നമ്മുടെ സംസ്കാരത്തിൽ ഏറ്റവും പരമപ്രധാനമായ ഒന്നാണ് ലാംഗ്വേജ്. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സമയം മുതലുള്ള എഡ്യൂക്കേഷൻ കമ്മീഷനുകൾ മുഴുവൻ നോക്കിയാൽ അവർ പറയുന്ന 3 ഭാഷ നിർബന്ധമായിട്ടും പഠിപ്പിക്കുന്നത്. അതിലൊന്ന് ഇംഗ്ലീഷ് ആയിരുന്നു. അത് ഇംഗ്ലീഷ്, നമ്മുടെ സ്വന്തം മാതൃഭാഷ, പിന്നെ ഒരു ഭാഷ, അതായത് സൗത്ത് ഇന്ത്യക്കാർക്ക് ഹിന്ദിയും നോർത്ത് ഇന്ത്യക്കാർക്ക് ഒരു ദ്രവീഡിയൻ ഭാഷയും എന്നാണ്. പക്ഷെ അത് എത്ര സ്റ്റേറ്റ്സ് കോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷാണ് നമ്മളെ ഈ 75 വർഷത്തെ നമ്മുടെ ഇന്ത്യ ചരിത്രം നോക്കുകയാണ്, നമ്മളെ ഇപ്പോൾ ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്. അതേപോലെ നോർത്ത് ഈസ്റ്റിലും സൗത്ത് ഇന്ത്യയിലും ഹിന്ദി സംസാരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവ്, പക്ഷെ അവർക്ക് ഇംഗ്ലീഷ് മാനേജ് ചെയ്യാൻ പറ്റും. അത് യാഥാർത്ഥ്യം. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഈ സംഘ് പരിവാറും ഇത്രമാത്രം ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെയും ക്രൈസ്തവരെ ഡിസ്കാർഡ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ? നമ്മൾ കത്തോലിക്കർ അല്ലെ ക്രിസ്ത്യൻസ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആരെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ അത് ആ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ശരിക്കും നമ്മുടെ ഭാരതത്തിൽ വന്ന സ്വാധീനത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ്. കാരണം ഇന്ത്യ 550 നാട്ടുരാജ്യങ്ങളായി കിടന്ന ഇന്ത്യയെ ഒന്നാക്കി, ഇന്ത്യ എന്ന രാജ്യമാക്കി. അതിനുശേഷം ആ 550 നാട്ടുരാജ്യങ്ങളുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ആരാണ് എത്തിച്ചേർന്നത്? ഉറപ്പായിട്ടും മിഷണറിമാരാണ്. അപ്പൊ മിഷണറിമാർ എത്തിച്ചേർന്ന ഇടങ്ങളിലെല്ലാം വിദ്യാഭ്യാസം എന്ന വെളിച്ചം കൊണ്ടാണ് ചെയ്യുന്നത്. അതോടൊപ്പം അവരെ നന്മ പഠിപ്പിച്ചു, നല്ല ജീവിതക്രമങ്ങൾ പഠിപ്പിച്ചു, ഡിസിപ്ലിൻ ഉണ്ടായി. നമ്മൾ എത്രമാത്രം നമ്മൾ സ്വാധീനിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് അവർ നമ്മളെ ഇത് വേണ്ട, ഇത് നമുക്ക് ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണശില്പികളും മഹാത്മജി തൊട്ട് ഇത് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ വരെ ഉള്ളവർ നോക്കിയാണ് എല്ലാവരും either ബ്രിട്ടൻ അല്ലെങ്കിൽ US, അമേരിക്കയിലും ഇംഗ്ലണ്ടിലോ പോയിട്ട് ഹയർ എഡ്യൂക്കേഷൻ ചെയ്തവരാണ്. മഹാത്മാഗാന്ധി ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ റിസർവ് ബാങ്ക് ഇപ്പോഴത്തെ ഗവർണർ ന്യൂ ജേഴ്സിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് അദ്ദേഹം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത്രമാത്രം നമുക്ക് ഇംഗ്ലീഷ് ഭാഷ അത്യാവശ്യമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ. അതേപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭയിലും ലോക്സഭയിലും എടുക്കുകയാണെങ്കിൽ ഏകദേശം 65-67% മെമ്പേഴ്സ് ഓഫ് പാർലമെന്റും കേന്ദ്രമന്ത്രിസഭയിലെ വലിയൊരു ശതമാനം, അതായത് 90% മന്ത്രിമാരാണ് ഇവരൊക്കെ പഠിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് കാത്തലിക് സ്കൂളുകളിലാണ്. ഓക്കെ, ഇപ്പം ഇതൊക്കെ യഥാർത്ഥം മറച്ചു വെച്ച് എന്താണ് ഇവർ ലക്ഷ്യമിടുന്നത്? അതായത് അതോ വെറും ഒരു ഗിമിക്സ് മാത്രമാണ്? കാരണം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു സംഭവം, അതിൻ്റെ പേരിലാണ് ഗ്ലോബലായിട്ട് ഇന്ത്യക്ക് റെക്കഗ്നേഷൻ കിട്ടുന്നത്. അല്ലാതെ ഹിന്ദി ഇവിടുത്തെ അമേരിക്കയിലോ ലണ്ടനിലോ ഏത് രാജ്യത്തും പോകാൻ പറ്റത്തൊന്നുമില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു ലാംഗ്വേജ് വേണം. അതേപോലെ തന്നെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, കാരണം എനിക്ക് ഹിന്ദി അറിയാം, ഹിന്ദി പഠിക്കണം എന്ന് വിശ്വാസമുള്ള ഒരാൾ തന്നെയാണ്, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭാഷയാണ്. അത് മെഡിക്കൽ കോളേജിൽ, മധ്യപ്രദേശിലെ യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ കോളേജിന് ഹിന്ദി രീതിയിൽ MBBS പഠിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു കുട്ടി പോലും ജോയിൻ ചെയ്തില്ല. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ സിസ്റ്ററിൻ്റെ അഭിപ്രായം? ആക്ച്വലി ഈ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ചിരിയാണ് വരുന്നത്. കാരണം നമ്മൾ മലയാളത്തിലേക്ക് ചില ഇംഗ്ലീഷ് വാക്കുകൾ തർജ്ജമ ചെയ്യുമ്പോൾ അതിൻ്റെ നീളം, സ്വിച്ച്
സാർ സ്വിച്ച് ഇടാവോ എന്ന് ചോദിച്ചാൽ മലയാളത്തിൽ പറഞ്ഞാൽ സാർ വൈദ്യുതാഗമന നിഗമന നിയന്ത്രണ യന്ത്രം ഒന്ന് തൊടാവോ എന്ന് ചോദിക്കുന്ന ആ ഒരു കോമഡി പോയിരിക്കും. കാരണം എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ എഴുതാറുണ്ട്. അപ്പം ഞാൻ ചില സമയങ്ങളിൽ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് 2-3 ആർട്ടിക്കിൾസ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ചില മലയാളം വാക്കുകൾക്ക് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും വാക്കിലേക്കും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അതുപോലെ തന്നെയാണ് മെഡിക്കൽ ടേംസിനെ നമ്മൾ മലയാളത്തിലേക്കോ സ്വന്തം മറ്റൊരു ഭാഷയിലേക്ക് മാതൃഭാഷയിലേക്ക് അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അവർക്ക് ഇറ്റ് വിൽ ബി ഈസി ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ദാൻ their native language. I feel that is why maybe ആ കുട്ടികൾ അങ്ങനെ ഒരു ഇപ്പോൾ സാർ പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് മാതൃഭാഷയ്ക്ക് കൂടുതലായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുമുണ്ട്. ഇന്നാളുവരെ കൊടുത്തിട്ടുണ്ട്. ബസ്സുകളുടെ എല്ലാ ടെക്സ്റ്റുകളും, അതായത് നിയമഗ്രന്ഥങ്ങള്, മെഡിക്കൽ സയൻസ്, അതായത് യൂണിവേഴ്സൽ ടെക്സ്റ്റുകൾ നമ്മൾ ഇതിലേക്ക് കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് മനോഹാരിത കാണും, ചില കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആവാൻ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുട്ടികൾ കൂടാണ്ടൊരു. അതേപോലെ സിസ്റ്റർ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ഫീമെയിൽ എംപവർമെൻറ്റ്, അതായത് സ്ത്രീകൾക്ക് എംപവർ ചെയ്യാൻ വേണ്ടി കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ വലിയ സംഭാവനയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ആർഷഭാരത മണ്ണാങ്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്ത്രീക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല. അപ്പം ഈ സ്ത്രീകളെ എംപവർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് സഭയും അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും മിഷണറി വർക്കും വലിയ സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്. ഇതൊക്കെ ഇവരെ മാറ്റിക്കൊണ്ട് എന്തിനാണ് ഇവർ ഉദ്ദേശ ലക്ഷ്യം എന്നുള്ളത് എനിക്ക്, അതായത് ബാക്ക്വേർഡ് ക്ലാസ്സിന് അവർക്ക് അറിവ് കിട്ടി, ട്രൈബ്സിന് അറിവ് കിട്ടി, അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടി, അവർക്ക് ഹെൽത്ത് കിട്ടി, അതായത് അവർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അവർ നേട്ടം കൊയ്തു. അപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് എൻ്റെ ചോദ്യം. സി രാജഗോപാലാചാരി, നമ്മുടെ ഭാരതത്തിന്റെ അവസാനത്തെ ഗവർണർ ജനറൽ, അദ്ദേഹം പറയുന്ന ഒരു കൊട്ടേഷൻ ഉണ്ട്: ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ദ ഗോഡസ് സരസ്വതി ടു ഇന്ത്യ. അതൊരു കാര്യം. രണ്ടാമത്, ഞാൻ BEd പഠിക്കുന്ന സമയത്ത് ഒരുപാട് എഡ്യൂക്കേഷൻ കമ്മീഷനുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രമുഖമായ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിന്റെ വിശകലനത്തെ കുറിച്ച്, അത് എത്രമാത്രം നമ്മുടെ ഭാരതത്തിൽ അത് നടപ്പാക്കാൻ പറ്റി എന്നതിനെ കുറിച്ച് വിശകലനം നടത്തിയപ്പോൾ അതിലൊരു പ്രൊഫസറായിരുന്ന പ്രൊഫസർ അമിതാഭ ബാസു, അദ്ദേഹം ഇപ്രകാരം പറയുകയാണ്: English is the language of the new global world. Wherever you go, you can manage with English. There is no point in washing away the importance of English. And it is very necessary for our education in India. So, ആരെങ്കിലും ഇംഗ്ലീഷ് നമ്മളെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ അർത്ഥമുള്ളൂ: അവർക്ക് ഇംഗ്ലീഷ് എത്രമാത്രം ഇന്ത്യയെ ബിൽഡപ്പ് ചെയ്തു, ഇന്ത്യ എത്രമാത്രം ഈ ഇന്നത്തെ പുരോഗതിയിലേക്ക് നയിച്ചു എന്ന് അറിയത്തില്ല. ഒരു കാര്യം അതാണ്. രണ്ടാമത്തേത്, അവർ വികസനത്തെ യഥാർത്ഥ ബേട്ടി പഠാവോ എന്ന് പറയുമ്പോഴും ആ ബേട്ടികൾ വരുമ്പോൾ എത്രമാത്രം മാറ്റം ഉണ്ടാകുമെന്ന് മനസ്സിൽ ഭയം ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത് ഞാൻ വിശ്വസിക്കുക. കാരണം ഇപ്പോൾ കഴിഞ്ഞ മാസം നടന്ന ക്രിക്കറ്റ് ടീമില് ഇന്ത്യൻ വിമൻസ് ടീമിന് ജയം എത്രമാത്രം സന്തോഷത്തോടെ നമ്മൾ ഭാരതീയർ എല്ലാവരും ഒരുപോലെ സന്തോഷിച്ചത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ ആർമി, നേവി, എയർഫോഴ്സ് എല്ലായിടത്തും വിമൻ ഉണ്ട്. ISROയിൽ വിമൻ ഉണ്ട്. എവിടെ നോക്കിയാലും നമുക്ക് വിമൻ എത്തിച്ചേരാവുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ ഭാരതത്തിലെ വനിതകൾ എത്തിച്ചേരുമ്പോൾ അവർ പഠിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ആരെങ്കിലും അതിനെക്കുറിച്ച് ഭയക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് എന്തൊക്കെയോ നഷ്ടമാവുന്നുണ്ട്. ചില കാര്യങ്ങൾ അവർക്കന്തോ ഒരു പേടിയാണ്. എത്രയും ഈ ദിവസത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ വനിതകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് ഞങ്ങളെപ്പോലെ സിസ്റ്റേഴ്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ചാവറപ്പിതാവ് തുടങ്ങിയ പള്ളിക്കൂടങ്ങൾ, അതിനുശേഷം മദർ എലീഷ്യ, നമ്മുടെ കേരളത്തിലേക്ക് നോക്കിയാൽ തന്നെ പള്ളിക്കൂടങ്ങൾ എത്രമാത്രമാണ് നമ്മുടെയൊക്കെ അമ്മമാരെയൊക്കെ സ്വാധീനിച്ച് അവരെയൊക്കെ എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഈ എഡ്യൂക്കേഷൻ നമ്മൾ മുഴുവൻ കൊടുത്തായിട്ട് എനിക്ക് അനുഭവം തോന്നി. ഞാനിപ്പോൾ തെലങ്കാനയിൽ നിന്ന് വരുമ്പോൾ അവിടെ ഒരു മലയാളി സിസ്റ്റർ അല്ലെങ്കിൽ ഒരു സിസ്റ്ററിനെ ഉണ്ടെങ്കിൽ ആ സ്കൂളിൽ വേറെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. ജനങ്ങൾക്ക് ട്രസ്റ്റാണ്, അവർ നല്ല വിദ്യാഭ്യാസം. അത് സിസ്റ്റർ എന്നൊരു ബ്രാൻഡായി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പൊ മാറിയിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ജനത പുറത്തേക്കും. കാരണം
വേറെ എനിക്ക് രണ്ട് കാര്യം പറയാനുണ്ട് എൻ്റെ തന്നെ ജീവിതത്തിന്. ഒന്ന്, തെലങ്കാനയിൽ ഞങ്ങൾ ഉണ്ടായ സമയത്ത് ഞാൻ വരുന്ന കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ വന്ന് ഈ 6 മാസമായിട്ടുണ്ട് അവിടെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ അവിടെ ഞങ്ങള് ലെപ്രസി പേഷ്യൻസിന് കഴിഞ്ഞ് 25 വർഷമായിട്ട് ഒരു കോളനിയിൽ ശുശ്രൂഷ ചെയ്യുമായിരുന്നു. അവർ ലെപ്പേഴ്സ് ആണ് എന്നതുകൊണ്ട് അവരുടെ മക്കളെ ആരെ ഗവൺമെന്റ് സ്കൂളുകളിൽ ആരും എടുക്കത്തില്ലായിരുന്നു. കുട്ടികൾ നമ്മുടെ പണ്ട് ഇവിടെ HIV നമ്മൾ എങ്ങനെ അവഗണിച്ചു, അതുപോലെ അവർ ലെപ്രസിക്കാരെ അവർ കളിയാക്കി പുറത്താക്കി അവർ കണ്ണുനീരോട് ആ കുഞ്ഞുങ്ങൾ വന്ന് വസിച്ചിട്ട് ഞങ്ങൾക്ക് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റേഴ്സ് ഒരു സ്കൂൾ തുടങ്ങി. ആ സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുമായിരുന്നു. അവരുടെ മക്കളും ഒക്കെ ആയിരുന്നു. പഠിപ്പിക്കുന്നവർ ആരും ക്രിസ്ത്യാനികളല്ല, കാത്തലിക്കും അല്ല ക്രിസ്ത്യൻസും അല്ല. അവര് പല ട്രൈബിൽ നിന്നുള്ളവരും പല കാസ്റ്റ് എന്ന് പറയാനുള്ള കാരണം അവരുടെ അറ്റൻഡൻസ് റെക്കോർഡിൽ ഞാൻ എഴുതേണ്ടിയിരുന്നു ഇവരുടെ ഇന്ന കാസ്റ്റ് ഇന്ന ഗവൺമെന്റ് ഓർഡർ ആയതുകൊണ്ട് എഴുതേണ്ടിയിരുന്നതുകൊണ്ട് എനിക്ക് ഓർമ്മയിടുവാൻ പല കാസ്റ്റിൽപ്പെട്ടവരാണെന്ന്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിലേക്ക് എത്തിച്ചേരാനും ആർക്കും വേണ്ട എന്നതിലേക്ക് എത്താനുള്ളൊരു ഒരു ഒരു ചാൻസ് എനിക്കും എന്നെപ്പോഴും ഒരുപാട് സിസ്റ്റേഴ്സിനും ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് കഴിഞ്ഞ ഒരു 6-7 വർഷം മുൻപ് ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു ബോർഡിംഗ് ഉണ്ട്, ഗേൾസിന് വേണ്ടി മാത്രമേ. അവിടെ മുഴുവൻ ട്രൈബൽ കുട്ടികളാണ് ഉള്ളത്. പല ഉൾനാടൻ പ്രദേശം, മഹാരാഷ്ട്രയിലെ ഉൾനാടൻ പ്രദേശം എന്ന് വരുന്ന കുട്ടികൾക്ക് അവരെ ഗവൺമെന്റ് സ്കൂളിലേക്കാണ് അവർ പോകുന്നത്. ഗവൺമെന്റ് റെസ്റ്റിറ്റ്യൂട്ട് ഫാദേഴ്സ് നടത്തുന്ന ഈശോസഭക്കാരുടെ സ്കൂളിൽ അവർ പഠിച്ച് വിദ്യാഭ്യാസം നേടി അവർ തിരിച്ച് അവർ വില്ലേജിലേക്ക് പോകുന്നു. ആരും കത്തോലിക്കല്ല, വരുമ്പോഴും പോകുമ്പോഴും ആരും കത്തോലിക്കല്ല. പക്ഷെ അവർക്ക് നിൽക്കാൻ വേണ്ടി ഒരു സ്ഥലം കൊടുക്കുന്നു, അവർക്ക് പഠിക്കാൻ വേണ്ടി ഒരു അവസരം ഒരുക്കുന്നു, അവരെ സഹായിക്കുന്നു, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സഹായിക്കും. അങ്ങനെ ഓരോ ജന്മമ്പോൾ ഒരുപാട് സിസ്റ്റേഴ്സ് പാവങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അങ്ങനെ വിദ്യാഭ്യാസം നമ്മുടെ ഇന്ത്യയിൽ ശരിക്കും നാഷണലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യപ്പെടുമ്പോൾ പലരും അതിനെ ഭയക്കുന്നുണ്ടെങ്കിൽ അവർ ഭയക്കുന്നത് വികസനത്തെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചോദ്യം കൂടെ, സിസ്റ്ററിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ പറഞ്ഞാലും, അതായത് ദുർഗിലെ കന്യാസ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ കണ്ടത്. ഞങ്ങൾ ബൈബിള് വായിക്കും, ബൈബിള് കൊണ്ട് നടക്കും, ഞങ്ങൾ സുവിശേഷം പറയും. അതായത് ദുർഗിലെ ഇഷ്യൂ മറ്റേ കന്യാസ്ത്രീകളെ അറ്റാക്ക് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട്, അതായത് കാത്തലിക് സഭയും കന്യാസ്ത്രീകൾ അച്ഛന്മാരൊന്നും പുറകോട്ട് പോകാൻ തയ്യാറല്ല എന്നതല്ലയോ അതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്? 100% സർ, തീർച്ചയായിട്ടും അത് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നമ്മുടെ ഭരണഘടനയിലും ഞാൻ ഒരു കത്തോലിക്ക വിശ്വാസിയാണ്, വിശുദ്ധ ഗ്രന്ഥമാണ് എൻ്റെ എല്ലാം. അപ്പോൾ ഈ വിശുദ്ധ ബൈബിള് കഴിഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ ഒരു സീക്രട്ട് ബുക്ക് ഉണ്ടെങ്കിൽ അത് ഭാരതത്തിന്റെ ഭരണഘടനയായ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയാണ്. അതിൽ 42nd അമെൻഡ്മെന്റിൽ എനിക്കും സാറിനും ഈ ഭാരതത്തിലെ 100 കോടി അതിലധികമുള്ള ഓരോ ഭാരതീയനും ഒരുപോലെയാണ് ആ ഓരോ റൈറ്റ്സ് തന്നിരിക്കുന്നത്. അതിൽ ഒന്നാണ് വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കാനുമുള്ള 42nd അമെൻഡ്മെന്റ്. നമ്മുടെ ഭരണഘടനയിൽ എനിക്കും സാറിനും നമ്മുടെ ഓരോ ഭാരതീയനും വിശ്വസിക്കാമെന്ന് ഞാൻ കരുതുന്നു, വിശ്വസിക്കുകയും ചെയ്യും. ഈ ഭരണഘടന നിലനിർത്തിയിടത്തോളം കാലം ഞാൻ ഈ ബൈബിളും ഞാൻ എവിടെയൊക്കെ പോയാലും എൻ്റെ കയ്യിൽ കാണും, ഇനിയും കാണും. ഇതേ ഉടുപ്പിൽ തന്നെ ഞാൻ ഡൽഹി വന്നിട്ടുണ്ട്, പല സ്ഥലങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട്. ഇതേ ഉടുപ്പിൽ തന്നെ ഇനിയും വരും. കാരണം നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് നമ്മുടെ ഭാരതത്തിന്. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്കുലറിസം എന്ന ആ നിയമം 42nd അമെൻഡ്മെന്റ് നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ ഇതേ ധൈര്യത്തോടെ വരും. ഇനി അതില്ലെങ്കിലും ഞാൻ വരും, കാരണം എനിക്ക് ഈശോ എനിക്ക് ധൈര്യം തരുന്നു. അതല്ല, ഇപ്പം സെക്കുലറിസം ആണെങ്കിൽ അല്ലെങ്കിൽ തന്നെയും കാത്തലിക് പ്രീസ്റ്റുമാരും കന്യാസ്ത്രീകളും ഇതൊന്നുമില്ലാത്ത ഇസ്ലാമിക രാജ്യങ്ങളിൽ പോയി ചാരിറ്റി സുവിശേഷം ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ ആഫ്രിക്കയിലെ ചില ഇസ്ലാമിക രാജ്യങ്ങളും മലയാളി കന്യാസ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് ഇവർ അവിടെ വരെ പോയിട്ടുണ്ട്. അപ്പം എനിവേ, താങ്ക്സ് ഫോർ എ ഗുഡ് ചിറ്റ് ചാറ്റ് ആൻഡ് കോൺവെർസേഷൻ. ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് സിസ്റ്ററായിട്ട് ഞാൻ വീണ്ടും വിളിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ.